ഇന്നത്തെ നുറുങ്ങിൽ വെള്ളാന എന്ന പ്രയോഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരേ സമയം അനുഗ്രഹവും ശാപവുമായി തീരുന്ന കാര്യങ്ങളെ ഉപമിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബെൻസ് കാറോ സൂപ്പർ ബൈക്കോ പോലുള്ള വിലയേറിയ ഒരു വണ്ടി വാങ്ങിച്ചെന്ന് സങ്കല്പിക്കുക. വണ്ടി സ്വന്തമാക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷമുണ്ടെങ്കിലും അതിൻ്റെ ഇന്ധന ചിലവും പരിപാലനവും അറ്റകുറ്റപ്പണിയുമൊക്കെ വളരെ ചിലവേറിയതായിരിക്കും. ഈ സാധനം വാങ്ങേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ അതൊട്ട് വിൽക്കാനും മനസ്സ് വരില്ല. ഈ വികാരമാണ് വെള്ളാന എന്ന പദത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ആധുനിക ഉപയോഗത്തിൽ ഒരു നിർമ്മാണ പദ്ധതി, ബിസിനസ് സംരംഭം, സൗകര്യം എന്നിവ വിവരിക്കാനും പൊതുവെ ഈ രൂപകം ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിന് പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. തായ്ലൻഡിൽ കാണപ്പെടുന്ന ചാരനിറമുള്ള, നനഞ്ഞാൽ ഒരു തരം പിങ്ക് നിറം പോലെ തോന്നിപ്പിക്കുന്ന പ്രത്യേകതരം ആനകളാണ് വൈറ്റ് എലഫൻസ് അഥവാ വെള്ളാനകൾ. തായ്ലൻഡ്, ബർമ്മ, കംബോഡിയ, ലാവോസ് എന്നീ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ വെള്ളാനകൾ വളരെ പവിത്ര മൃഗങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അവയെ പണിയെടുപ്പിക്കാൻ അനുവദിച്ചിരുന്നുമില്ല. വെള്ളാനകൾ കൈവശമുള്ളത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാർ ഇവയെ സ്വന്തമാക്കാൻ എന്നും മോഹിച്ചിരുന്നു. ഐശ്വര്യത്തിൻ്റെ പ്രതീകമൊക്കെയാണെങ്കിലും ഈ ആനകളെ പരിപാലിക്കുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ശത്രുക്കളെ നശിപ്പിക്കാൻ വെള്ളാനകളെ സമ്മാനമായി കൊടുത്തിരുന്നതായും കഥകളുണ്ട്. വിശുദ്ധ മൃഗമായതുകൊണ്ട് അതിനെ പണിയെടുപ്പിക്കാനോ വിൽക്കാനോ കഴിയാതെ തീറ്റിപ്പോറ്റാനുള്ള ചിലവ് വർദ്ധിച്ച് അത് താങ്ങാനാവാതെ രാജാവും രാജ്യവും നാശത്തിലും പാപ്പരത്വത്തിലും കലാശിക്കും. അതുകൊണ്ട് സമാനമായ സമ്മാനങ്ങളെ വൈറ്റ് എലഫൻറ്റ് ഗിഫ്റ്റ് എന്നും പറയാറുണ്ട്. ഇന്ന് നുറുങ്ങിലൂടെ കേൾക്കാൻ പോകുന്നത് ഒരു പുരാണ കഥയാണ്. ഭഗവാൻ ശിവന് നീലകണ്ഠൻ എന്നും ഒരു പേരുണ്ടല്ലോ. നീല നിറമാർന്ന കഴുത്തുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഇനി നീലനിറം എങ്ങനെ വന്നു എന്ന കഥ കേൾക്കാം. ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മന്ദര പർവ്വതത്തെ കടക്കോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ചു. പർവ്വതം താന്നുപോകാതിരിക്കാൻ മഹാവിഷ്ണു കൂർമാവതാരം പൂണ്ട് പാൽക്കടലിനടിയിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. വാസുകിയുടെ വാലറ്റം ദേവന്മാരും തലഭാഗം അസുരന്മാരും പിടിച്ച് വലിച്ച് കടയാൻ തുടങ്ങി. അമൃത് കിട്ടുന്നതിന് മുന്നേ നല്ലതും ചീത്തയുമായ പല വസ്തുക്കളും പാലാഴിയിൽ നിന്ന് കിട്ടിയത്രേ. അതിനിടയ്ക്ക് കൊടൂര വിഷമായ കാളകൂടവും പുറത്തു വന്നു. വിശ്വത്തെ തന്നെ നശിപ്പിക്കാൻ പോന്നതായിരുന്നു ആ വിഷം. ഇത് മനസ്സിലാക്കിയ ശിവൻ ഉടൻ അത് മുഴുവൻ കുടിച്ചു. ഇത് കണ്ടുനിന്ന പാർവതീദേവി വിഷം പടരാതിരിക്കാൻ പെട്ടെന്ന് ശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു അത്രേ. അങ്ങനെ കഴുത്തിൽ ഉറഞ്ഞുകൂടിയ കാളകൂട വിഷമാണ് ശിവന്റെ കഴുത്തിന് നീല നിറം നൽകിയതും ശിവന് നീലകണ്ഠൻ എന്ന പേര് കിട്ടാൻ കാരണമായതും. ഇന്നത്തെ നുറുങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.